അപ്പം നമ്മുടെ പറമ്പിലെ പണിക്ക് നമുക്ക് കുറച്ച് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കാടായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് ഇവിടുത്തെ കാടൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത്, അപ്പം ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സെക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ഈ മുകളിലത്തെ സെക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇവിടുത്തെ കാട് ഫുള്ള് ക്ലീൻ ചെയ്ത്, ഇപ്പം ബ്രഷ് കട്ടർ വെച്ചിട്ടാണ് ഞാൻ പുല്ല് വെട്ടുന്നത്. ഞാനത്ര പ്രോ അല്ലാത്തത് കൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ക്ലീനായി പോകുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിന്നെ നമുക്ക് വളമിടുന്ന സമയത്ത് ഇതിനെ വെട്ടി അതിലേക്ക് കോരി വെച്ച് കൊടുത്താൽ മതിയല്ലോ. ആ ഒരു രീതിക്കാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി താഴത്തെ സെക്ഷനുണ്ട്. പിന്നെ ഇനി നമ്മുടെ വാഴയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുത്ത വളം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. സോ അതിൻ്റെ പരിപാടികൾ നോക്കണം. ഇപ്പം ആക്ച്വലി നമ്മുടെ വാഴയൊക്കെ കൊലക്കാറായി. എനിക്ക് അങ്ങറ്റത്തുള്ള ഏകദേശം ഒരു 2-3 വാഴകളൊക്കെ കൊലച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ പപ്പായ നമുക്ക് കുറച്ച് പപ്പായകളെ ലാസ്റ്റ് സർവൈവ് ചെയ്ത് കിട്ടിയുള്ളൂ. അപ്പം അതിലൊക്കെ അത്യാവശ്യം ഇപ്പം കായുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായകളെല്ലാം വിളഞ്ഞു തുടങ്ങും. ഇപ്പോൾ ഇതിനകത്ത് ഒരു 3 കായുണ്ട്. ഇതിൽ അത്യാവശ്യം കാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള പപ്പായയിലും കായുണ്ട്. ഇതിൽ കുറച്ചുണ്ട്. ഇത് പിന്നെ ഇവിടെ ഒരു 2 എണ്ണം. ഇത് അതിൽ കുറവാണ്, എന്നാലും ഉണ്ട് എന്നുള്ള രീതിക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ആക്ച്വലി അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യത്തിലധികം നല്ല രീതിക്ക് കാട് പിടിച്ച് കിടക്കുന്ന നല്ല രീതിക്ക് കാടാണ്. സോ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഇടയ്ക്ക് ഒരു 1-2 മാസം അടുപ്പിച്ച് കണ്ടിന്യൂസ് മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അൺകൺട്രോളബിളായിട്ട് കാട് പിടിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സെറ്റ്. സോ ഇതാണ് നമ്മുടെ വീണ്ടും ഒരു നീണ്ട കാലത്തിന് ശേഷമുള്ള പരിപാടികൾ. അത്യാവശ്യം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടുത്തെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ പറയാം. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നീണ്ട നാൾക്ക് ശേഷമുള്ള നമ്മുടെ ഫാം അപ്ഡേറ്റ്. ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.